അനവധി തത്വങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ദേവനാണ് സുബ്രഹ്മണ്യൻ. ശിവ തേജസ്സിൽ നിന്നും പ്രസരിക്കുന്ന ഊർജമാണ് സുബ്രഹ്മണ്യ സ്വാമിയിൽ ഉള്ളത് എന്ന് സങ്കല്പം. ചൊവ്വാദോഷത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവരും കുജദശയുടെ കഷ്ടതകൾ അനുഭവിക്കുന്നവരും അഭയം പ്രാപിക്കേണ്ടത് സുബ്രഹ്മണ്യസ്വാമിയുടെ പാതാരവിന്ദങ്ങളിലാണ്. ചൊവ്വാഴ്ച തോറുമുള്ള മുരുകക്ഷേത്ര ദർശനം, പൂയം ഷഷ്ഠി ദിനങ്ങളിലെ വ്രതങ്ങൾ, നാമജപങ്ങൾ, കാവടിയെടുക്കൽ എന്നിവ ചൊവ്വാദശിയുടെ കാഠിന്യം കുറയ്ക്കുക തന്നെ ചെയ്യും. രോഗശമനം, കുടുംബഭദ്രത, സാമ്പത്തിക അഭിവൃദ്ധി, കലാപരമായ കാര്യങ്ങളിലെ വിജയം, ബുദ്ധിശക്തി, മംഗല്യപ്രാപ്തി, സന്താനലബ്ധി, ജീവിത വിജയം എന്നിങ്ങനെ സകലവിധ ഐശ്വര്യങ്ങൾക്കും മുരുകനെ പ്രാർത്ഥിച്ചാൽ മതി എന്നതാണ് അനുഭവം. സുബ്രഹ്മണ്യസ്വാമിയുടെ അടയാളങ്ങൾ, അതായത് വാഹനം, ആയുധങ്ങൾ മുതലായവ ദാനം കിട്ടിയവയാണ്. അതിവേഗത്തിൽ പറക്കുന്ന മയിലിനെ നൽകിയത് ഗരുഡനാണ്. കോഴിയെ അരുണഭഗവാനും അമ്മ പാർവതി വേലും നൽകി അനുഗ്രഹിച്ചു. അച്ഛനായ മഹാദേവൻ പതക്കവും അദ്രിജ വസ്ത്രവും ബൃഹസ്പതി ദണ്ഡും ഇന്ദ്രൻ മുത്തുമാലയും നൽകിയാണ് സുബ്രഹ്മണ്യനെ അനുഗ്രഹിക്കുന്നത്. സ്വാമിയുടെ മയിലിൻ്റെ പീലികൾ ആകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. സുബ്രഹ്മണ്യസ്വാമിയുടെ അഭിഷേക ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ജലാഭിഷേകം മനഃശാന്തിക്ക് വളരെ ഉപകാരപ്രദമാണ്. മഞ്ഞളഭിഷേകം തിന്മകളകറ്റാനും, വാസനദ്രവ്യ അഭിഷേകം ആയുസ്സിനും, ചന്ദനാഭിഷേകം ധനവൃദ്ധിക്കും, പാലഭിഷേകം ദീർഘായുസ്സിനും, തൈരഭിഷേകം സന്താനലബ്ധിക്കും, ശർക്കരാഭിഷേകം ശത്രുവിജയത്തിനും, എള്ളെണ്ണ അഭിഷേകം ജീവിത സൗഖ്യത്തിനും പ്രാപ്തമാണ്. പ്രധാനപ്പെട്ട മുരുകസന്നിധികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മുരുകസന്നിധി പഴനിയിലാണുള്ളത്. പഴനി ആണ്ടവൻ സന്യാസി ബാലൻ്റെ രൂപത്തിലാണ് കാണാൻ സാധിക്കുക. 3 അടിയോളം പൊക്കമുള്ള പ്രതിഷ്ഠയിൽ വലതു കൈയിൽ ദണ്ഡുണ്ട്. കൗപീനമാണ് ധരിച്ചിരിക്കുന്നത്. ആടയാഭരണങ്ങൾ, കിരീടം, വർണ്ണമാലകൾ എന്നിവയൊന്നും തന്നെ വിഗ്രഹത്തിലില്ല. പഴനിയിലെ പഞ്ചാമൃതം വളരെ പ്രസിദ്ധമാണ്. മുണ്ടിത ശിരസുള്ള ഭഗവാനെ ദർശിച്ചാൽ ആരോഗ്യമാണ് ഫലമായി പറയുന്നത്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. പയ്യന്നൂരിലെ പെരുമാൾ രാജഭാവത്തിലാണ് ദർശനം നൽകുന്നത്. താരകാസുരനെ നിഗ്രഹിച്ച ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ശത്രു സംഹാരത്തിനും ജീവിത വിജയത്തിനും പെരുമാൾ ദർശനം വളരെ ഉത്തമമാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. തന്ത്രസമുച്ചയപ്രകാരമുള്ള വർണ്ണനയ്ക്ക് യോജിച്ച രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ചതുർബാഹുവാണ് പ്രതിഷ്ഠ. ഒരു കൈയിൽ ചക്രായുധവും മറ്റേ കൈയിൽ വേലുമുണ്ട്. ഇടതുകൈ താഴെ തുടയിൽ വിശ്രമിക്കുകയാണ്. ഹരിപ്പാട്ടെ മുരുകനെ പ്രാർത്ഥിച്ചാൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രീതി ലഭിക്കും. അലങ്കാരപ്രിയനായ ദേവൻ വളരെ മനസുഖവും സന്തോഷവും നൽകുന്ന ദേവനാണ്. ഉദയനാപുരത്തപ്പൻ. വൈക്കത്തപ്പൻ്റെ മടിയിലിരിക്കുന്ന സങ്കല്പമാണ് ഉദയനാപുരത്ത്. പിതാവും പുത്രനും തമ്മിലുള്ള അഗാധവും ഊഷ്മളവും പവിത്രവുമായ ബന്ധത്തിൻ്റെ ആഴമാണ് ഇവിടെ ദർശിക്കാനാവുക. പിതൃപുത്രബന്ധം ദൃഢമാകുവാൻ ഉദയനാപുരത്തെ ദർശനം അത്യുത്തമമാണ്. ഉള്ളൂരിലെയും പന്മനയിലെയും ബാലമുരുകൻ. ഈ 2 സ്ഥലത്തും മുരുകൻ ബാലസ്വരൂപത്തിലാണ്. ഗുരുത്വവും ബുദ്ധിയും വർദ്ധിക്കാൻ ഈ ക്ഷേത്രങ്ങളിലെ ദർശനം ഉത്തമമാണ്. പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. സർപ്പദോഷങ്ങൾ അകലാൻ പെരളശ്ശേരി മുരുകനെ ദർശിച്ചാൽ മതി. നാഗാരാധനയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇവിടം. ത്വക്ക് രോഗം, മാറാരോഗം എന്നിവ മാറുന്നതിന് പെരളശ്ശേരി സ്വാമിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ബാലബ്രഹ്മചാരി ഭാവത്തിലുള്ള സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ കൊടുമ്പിലെ സുബ്രഹ്മണ്യസ്വാമിയെ കണ്ടാൽ പഴനിയിൽ ദർശനം നടത്തിയതിൻ്റെ പാതി ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം. കാവടിയാട്ടവും ഷഷ്ഠിയും മുരുകപ്രീതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. ശൂരപത്മനുമായി മുരുകൻ യുദ്ധം ചെയ്തപ്പോൾ മാതാവായ പാർവതീദേവി അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ഠി വ്രതം. അരളിപ്പൂവാണ് സ്വാമിക്ക് ഏറെ പ്രിയങ്കരം. മഞ്ഞ, ചുവപ്പ് അരളികൾ, മഞ്ഞ ചെമ്പകം എന്നിവയും മുരുകപ്രീതിക്ക് വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് 6 തവണയാണ് പ്രദക്ഷിണം നടത്തേണ്ടത്. ചൊവ്വാദോഷമുള്ളവർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിയെ ദർശിക്കുന്നത് വളരെ നല്ലതാണ്. വള്ളി സമേതനായ സ്വാമിയെ കണ്ടാൽ വിവാഹ തടസ്സം മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ഗൃഹദോഷങ്ങൾ അകലാനും ജീവിതം ശ്രേയസ്കരമാക്കാനും ഇനി പറയുന്ന സുബ്രഹ്മണ്യ മന്ത്രം വളരെ ഉത്തമമാണ്. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം
സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഭക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷടാനനം ദാരുണം രിപുരോഗഘ്നം ഭജേഹം കുക്കുടധ്വജം. ആശ്ചര്യവീര്യം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാഭിവന്ദ്യം. ഏകാംഗതേജം ഗൗരീതനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി. ദുരിതങ്ങളും രോഗങ്ങളും അകന്ന് സർവാഭീഷ്ടങ്ങളും സിദ്ധിക്കുവാനും സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കുവാനും ഏവരും സുബ്രഹ്മണ്യസ്വാമിയെ ശരണം പ്രാപിക്കുക. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ.